ഹലോ ഗൈസ്, ഈ ബാഗ് ഒക്കെ എടുത്തിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഓരോ നമ്പർ ഇട്ട് കോളേജിൽ പോകേണ്ട നാട്ടിൽ നിൽക്കുക ഞാൻ. അങ്ങനെ നിൽക്കുമ്പോൾ സാറ് ദിവസം പാപ്പാന്റെ ഫോണിൽ വിളിച്ചത്. അത് മാത്രം എനിക്ക് ഓർമ്മ. അതിൽ പിന്നെ പുറത്തേക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ബസ് AC ഇട്ടിരുന്ന് പ്രകൃതിപരമായ കാഴ്ചകളും കണ്ട് നമ്മൾ പോവാണ്. കുറെ പ്രകൃതിനാണ് കണ്ടപ്പോൾ പിന്നെ ബോറടിച്ച് പിന്നെ പാട്ടും കെട്ടി കിടന്നില്ല, ഉറങ്ങിപ്പോയി ഞാൻ. പിന്നെ ബസ്സിൽ കുറെ നേരം ഹലാക്കിന്റെ ഇരുത്താണ്ടിരുന്നു. അപ്പോൾ അതിന് നമ്മൾ മംഗലാടുത്താണ്ടെത്തി. പിന്നെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നടക്കുന്നവർക്ക് അറിയോ ബസ് സ്റ്റാൻഡിൽ ഇതൊക്കെ എനിക്ക് കിട്ടണം. എന്റെ ആദ്യം എന്നോട് പറഞ്ഞാൽ നാട്ടിൽ പഠിച്ചോ. എന്റെ കുത്തിക്കയപ്പം കൊണ്ടാണ് ഞാൻ അവിടെ ഒന്ന് പഠിച്ചത്. അതൊന്നും പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ബസ്സും കയറിയാൽ നേരെ റൂമിന്റെ അടുത്ത് കണ്ടുപോയി. അപ്പോൾ അതിന് ഞാൻ വേണ്ടാണ് എന്നെ കൂട്ടാൻ വേണ്ടി വന്നത് നല്ലവനായ ഉണ്ണി. ആ ഉണ്ണിനെ കൂട്ടി ഞാൻ നേരെ ഫുഡ് കണ്ടു. ഫുഡ് കഴിച്ച് നമ്മള് നേരെ റൂം കണ്ടു. മാത്രല്ല നല്ല ക്ഷീണമുണ്ട്. വൈകുന്നേരം വന്ന് കടന്നുറങ്ങിയോണ്ട് രാത്രി തന്നെയാണ്. ഇപ്പൊ തന്നെ നല്ല തലക്ക് അടിയിട്ട് പോലത്തെ ഒരു ഫീലിംഗ്. നിങ്ങൾക്ക് എന്റെ കണ്ണുമൊക്കെ കാണുമ്പോൾ തിരിയുണ്ടാവില്ലേ. ഓർക്കെന്താണ് ഇന്നിയും കൂട്ടി വരും നേരെ മന്തി കണ്ടു. പോകുന്നേക്ക് നല്ല മഴ പെയ്തപ്പോ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പ് കണ്ടു. മഴ കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ചാടി ഇറങ്ങി നേരെ അവിടെ കണ്ടു. എടുക്ക് നിങ്ങൾ ആലോചിക്കണ്ട എന്നെ മന്തി എന്താ വേണ്ടിയിട്ട്. മന്തി വരാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ കാത്തിരിപ്പില്ലേനി ഞാനൊക്കെ. അതിന്റെ ഇടയിൽ കൂടി ഈറ്റലിൽ ഉണ്ടാവും വേറെ എന്തോ കാത്തിരിക്കാൻ തോന്നുന്നു. കാത്തിരിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മന്തി ടേബിളും എത്തി. അത് കണ്ടത് ചെസ്റ്റ് പീസ് ആരിന്റെ കരങ്ങളിലേക്കാണ്. ചെസ്റ്റ് പീസ് റാഞ്ചിന്റെ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിന്ന് തീർക്കാം. മന്തി തിന്ന് ഓരോന്ന് സൈഡാവാൻ തുടങ്ങിയിരുന്നു. അപ്പൊ പിന്നെ സൈഡ് എല്ലാത്തിനും കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പൊ നല്ലൊരു വ്ളോഗായിട്ട് നാളെ ഫോളോ ചെയ്യാൻ. അപ്പൊ ബൈ ഫ്രം ഐ ഫ്രം മാൻ.